നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ബസേലിയോസ് ജോസഫ് പ്രഥമൻ എന്ന പേരിൽ വാഴിക്കപ്പെട്ട അഭിനന്ദനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് പിതാവിനെ ഓർക്കുന്നതിനും നമ്മളുടെ സന്തോഷം അറിയിക്കുന്നതിനും വേണ്ടിയാണ്. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഭാരതത്തിലെ അധ്യക്ഷൻ, തലവൻ എന്നത് ചെറിയൊരു കാര്യമല്ല. വലിയൊരു സഭയും വലിയൊരു പാരമ്പര്യവും വലിയൊരു സംസ്കാരവും ചേർത്ത് പിടിക്കുന്ന ഒരു സീക്രട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പദവി. ബസേലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാജകീയമായിട്ടുള്ളത് എന്നാണ്, രാജകീയമായ ശ്രേഷ്ഠമായ കാര്യമെന്നാണ്. ബാബാ തിരുമേനിയുടെ മുൻപുണ്ടായിരുന്ന പേര് ഗ്രിഗോറിയോസ്. ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വാക്സ്ഫുൾ, വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നവനെന്നാണ്. തിരുമേനി എക്കാലവും സെമിനറിക്കാരൻ ആയ കാലം മുതൽ എന്നും ഗ്രിഗോറിയോസ് ആയിരുന്നു, വാക്സ്ഫുൾ ആയിരുന്നു, വിജിലൻ്റ് ആയിരുന്നു. ജോസഫ് എന്ന പേര് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏതാണ്ട് ഒരുപോലെ വ്യക്തിയുടെ മുഖത്തുള്ള ദൈവ കൃപയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ജോസഫ് എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥവും അതാണല്ലോ. എ പേഴ്സൺ ഹൂസ് ചാസ്റ്റിറ്റി കനോട്ട് ബി ക്വസ്റ്റ്യൻഡ്. ഒരു മോറൽ റിയാലിറ്റി ഒരു വാക്കിനെ, ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെ ബസേലിയോസ് ജോസഫ് പ്രഥമൻ നമ്മളുടെ യാക്കോബായ മലങ്കര സുറിയാനി സഭയുടെ അധ്യക്ഷനായിട്ട് വരുമ്പോൾ അത് യാക്കോബായ സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്ത്യയാകമാനവും ഇന്ത്യക്ക് പുറത്തും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. അന്ത്യോക്യ പത്രിയാർക്കീസ് പരമാധ്യക്ഷനായിട്ടുള്ള ആ സഭയിലെ രണ്ടാമത്തെ ആളാണ് നമ്മുടെ ബാബാ തിരുമേനി. അത് വലിയ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പവിത്രമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിതാവിനെ ലെബനോണിൽ അഭിഷിക്തനായിട്ട് നൽകിയ ചടങ്ങിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ച ആമുഖ വാക്കുകൾ പറഞ്ഞ തോമസ് സാറ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അവിടെ തിരുപ്പട്ടമേറ്റ് പുത്തൻ ക്രൂസില് സ്ഥാനാരോഹണം നടത്തി. ഞാനതിൽ ആദ്യന്തം പങ്കെടുത്തിരുന്നു. സുന്ദ്രോണീസോ, അത് സ്ഥാനാരോഹണം. ഈ സഭയിലുള്ള വിശുദ്ധമായ പൈതൃകത്തിൻ്റെ കസ്റ്റോഡിയനായിട്ട് അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരുത്തി വൈദിക ശ്രേഷ്ഠന്മാര് ഓക്സിയോസ് എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് ശ്രേഷ്ഠൻ, ഇദ്ദേഹത്തെക്കാൾ മിടുക്കനായിട്ട് ആരുമില്ല, ഇദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കാൻ ആരുമില്ല. അത് സഭയാണ് കയ്യിലെടുത്ത് പറയുന്നത്. ആ സഭ പരിശുദ്ധ പിതാവിനെ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ആ കാര്യത്തിന്റെ വേദശാസ്ത്രപരമായ കാര്യമാണ് ബഹുമാനപ്പെട്ട ഋഷിമന്ത്രി നമ്മളോട് വളരെ ദൈർഘ്യമുള്ളതും തിരുവചനത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ സംസാരിച്ചത്. ബാബാ തിരുമേനിയുടെ ഏറ്റവും വലിയ കൃപ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. നല്ലൊരു കൃപയുള്ള മുഖമാണ്, ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നയാളാണ്. അഗസ്തീനോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മജിസ്റ്റർ ഇന്റീരിയോ, ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മാത്രമേ വിലയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വെറും വാക്കുകൾ അല്ലെങ്കിൽ ചിന്തകൾ പറയുകയാണ്. ഉള്ളിൽ നിന്ന് പഠിപ്പിക്കുന്ന പിതാവാണ്. അത് വിശിഷ്ടമായ പൈതൃകത്തിന്റെ സംരക്ഷകനായിട്ടാണ്. എക്കാലത്തും പിതാവ് പക്വതയും സമചിത്തതയും ഊർജ്ജസ്വലതയും എടുത്ത് കാട്ടിയിരുന്നു. പാലാരൂപതയുടെ വലിയ സമ്മേളനങ്ങളിലെല്ലാം ബാബാ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉത്തമനായ ഒരു മനുഷ്യസ്നേഹി, ഒരു ഡിവൈൻ ഹ്യൂമനിസം പിതാവിലുണ്ട്. വലിയ സമ്മേളനങ്ങളിൽ ഭരണങ്ങാനത്തും കുറവലങ്ങാടും കത്തീഡ്രലിലുമെല്ലാം പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എല്ലാവർക്കും കാണാൻ സാധിച്ചത് ഈ ഡിവൈൻ ഹ്യൂമനിസമാണ്, ദൈവികമായ ഒരു മാനുഷികത. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഊന്നിപ്പറഞ്ഞതും. ഒരു പുരോഹിതൻ ദൈവികമായ മാനുഷികത
ലോകത്തിന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, ഹൃദയം കൊണ്ട് കാണുന്ന ഒരു വലിയ ആചാര്യനാണ് അദ്ദേഹം. ദിവംഗതനായ ബെനഡിക്ട് പരിശുദ്ധ പിതാവ് പറയുമായിരുന്നു, ഖോർ കും വീസും, കാഴ്ചയുള്ള ഹൃദയങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന്, പ്രത്യേകിച്ച് പുരോഹിതന്മാർക്ക്, ആചാര്യന്മാർക്ക്. പ്രതിസന്ധികളിൽ പിതാവ് ഒരിക്കലും ഇളകാറില്ല. ഏത് കാറ്റ് പിടിച്ചാലും ഉലയാത്ത ഒരു കൊടിമരം പോലെയാണ് പിതാവിന് എനിക്കെന്നും തോന്നിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസം സ്വന്തം നാട്ടിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും USA ഒക്കെ നേടിയപ്പോഴും ഈ രാജ്യത്തിൻ്റെ പരിശുദ്ധി, ഈ സുറിയാനി സഭയുടെ ആ ഒരു കുലീനത ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ ഈ സുറിയാനി സഭയുടെ, യാക്കോബായ സഭയുടെ പൈതൃകം കൊടുക്കാനും ബാബ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും നല്ല പ്രവൃത്തികൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഏറ്റ സ്ഥാനത്തിന് നേരത്തെ പറഞ്ഞിരുന്ന സുറിയാനി വാക്ക് മഫ്രിയാന എന്നായിരുന്നല്ലോ. മഫ്രിയാന എന്ന് പറഞ്ഞാൽ ഫലം നൽകുന്നവൻ, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളത്. അതാണ് വാസ്തവത്തിൽ ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചതും. അത്തരത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും എല്ലാവർക്കും ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ടാറ്റായുടെ തലവനായിരുന്ന റത്തൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ പലപ്പോഴും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അത് ശരിയാണെന്ന് എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ്, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ പവിത്രത മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് അടിസ്ഥാനപരമായ തീരുമാനങ്ങളാക്കി മാറ്റാൻ സാധിക്കും. മലങ്കര സഭയിൽ എല്ലാ സഭകളിലും പ്രതിസന്ധികളുണ്ട്. എൻ്റെ ഒരു ചിന്ത, യാക്കോബായ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമല്ല, യാക്കോബായും ഓർത്തഡോക്സും തമ്മിലുള്ള തർക്കങ്ങളുടെ ഉത്തരവാദിത്വമോ അതിൻ്റെ പരിഹാരമോ മാത്രമല്ല, സുറിയാനി സഭകളോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഭാധ്യക്ഷന്മാരോടും ബന്ധപ്പെടാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആളാണ് നമ്മളുടെ ബാബ തിരുമേനി. നമുക്ക് 7 സമൂഹങ്ങള് സുറിയാനി സഭയോട് അതിൻ്റെ മൂലത്തിൽ നിന്ന് വരുന്നതുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം കാണാനായിട്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഈ പിതാവിനെ ഞങ്ങൾ എല്ലാവരും കാണുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ കാർഡിനൽ നിക്കോൾസ് എഴുതി, റോബർട്ട് പ്രിവോസ്റ്റ്, ഈ ലിയോ മാർപ്പാപ്പ, could resolve difficulties in a way that did not leave enemies behind. ശത്രുക്കളെ ആരും ആയിട്ട് കാണാതെ, കുറെ ശത്രുക്കളെ സൃഷ്ടിക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പുതിയ മാർപ്പാപ്പായ്ക്ക് സാധിക്കുമെന്ന് ഇംഗ്ലീഷ് കാർഡിനൽ പറഞ്ഞ ആ വാക്യമാണ് നമ്മളുടെ പിതാവിനെ കുറിച്ച് എനിക്കും പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ സുദീർഘമായ ജീവിത അനുഭവം, അദ്ദേഹം അർപ്പിച്ച ബലികളും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളും അദ്ദേഹം വ്യാഖ്യാനിച്ച തിരുവചനങ്ങളും തന്നെയാണ് ബലിപീഠമായിട്ട് മാറുന്നത്. അത്ര സുതാര്യമായ രീതിയിൽ എല്ലാ കാലത്തും പെരുമാറിയിട്ടുള്ള പിതാവാണ്. ഈ സഭയിലും വിശാല സമൂഹത്തിലും മന്ത്രി പറഞ്ഞതുപോലെ വിശാല സമൂഹത്തിന് വേണ്ടിയുള്ള ധാർമ്മികമായ സ്വരമാണിത്. അതുകൊണ്ട് കാതോലിക്കോസ് എന്നത് ഇടക്കാലത്ത് മഫ്രിയാന ആയിരുന്നതും രണ്ടും ആത്യന്തികമായിട്ട് ഒന്ന് തന്നെയാണ്. കൂടുതൽ നന്മകൾ ഈ രാജ്യത്തിന് നൽകുവാനായിട്ട്, ഈ ദേശത്തിന് നൽകുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. വലിയ തറവാടിത്വമുള്ള പെരുമല തിരുമേനിയുടെ പാരമ്പര്യമുള്ള ആ മേഖലയിൽ നിന്ന് വന്ന പിതാവ് അദ്ദേഹത്തിന്റെ സൗമ്യമായ ശൈലിയും സഭാസമിതികളിലുള്ള അദ്ദേഹത്തിന്റെ ജനകീയതയും വിമർശനങ്ങളെ കേട്ട് അതിന് പരിഹാരം കൊടുക്കാനുള്ള അവന് വലിയ തുറന്ന മനസ്സും, അതുപോലെ വളരെ വലിയ ക്രിറ്റിസിസംസ് വരുമ്പോഴും അവിടെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ആ മനസ്സുമൊക്കെയാണ് അദ്ദേഹത്തെ ഈ വലിയ ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ
കതോലിക്ക ബസേലിയോസ് ജോസഫ് പ്രഥമൻ പിതാവിന് കലാരൂതിയുടെ പ്രാർത്ഥനയും പരിശുദ്ധ അൽഫോൻസാമ്മ വഴി കൂടുതൽ ദൈവകൃപയെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.